நான் என் சத்தியத்தை காப்பாத்திட்டேன். ഹലോ സാർ. എന്താ ഇവിടെ? ഇല്ല സാർ, ഞാൻ ഇപ്പതാ ചെന്നൈയിലിருந்து വന്നേ. ഓ തമിഴാ? യാ സാർ. ആ ഐഡിയ ഒന്ന് കാണിച്ചേ. യാ ഷുവർ സാർ. ക്രിസ്റ്റഫർ. യാ എന്താ ഈ സിമിത്തേരി കാര്യം? സാർ, ഇദ്ദേഹമാണ് അനാഥനായ എന്നെ എടുത്തു വളർത്തിയത്. ഓ മലയാളം അറിയോ? ഐ നോ സാർ മലയാളം. ഇദ്ദേഹത്തിന്റെ കലർ കാണാനാണോ ഇത്രയും ദൂരം നോ പോകുന്നത്? സാർ. ഇല്ല സാർ, ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് ഇവിടെ വന്നത്. ഫ്രണ്ടിനെ കാണാനോ? യെസ് സാർ. 25 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഞാൻ അവനെ കാത്തു നിൽക്കുക. ഓ 25 വർഷത്തിന് ശേഷമോ? അതും ഈ സിമിത്തേരിയിൽ? 25 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചെയ്ത സത്യമാണ് സാർ. ഒരു പക്ഷേ ഞങ്ങൾ ചെയ്ത സത്യം സാറിനൊരു ജോക്കായിട്ട് തോന്നാം. കുഴപ്പമില്ല, നിങ്ങളുടെ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. വാ ഇരിക്കും. ശരി, നിങ്ങളെ കാത്തിരിക്കുന്ന ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ജോൺ. ഈ സ്റ്റീഫൻ സാറാണ് അനാഥരായ ഞങ്ങളെ രണ്ടുപേരും എടുത്തു വളർത്തിയത്. ഓഹോ, അതെ അതെ, ഈ സ്റ്റീഫൻ സാറിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും അനാഥരായി. ഈ ഓഫനേജ് ജീവിതം എനിക്കിഷ്ടമില്ലായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം, അതായിരുന്നു എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വിട്ട് ചെന്നൈക്ക് പോയത്. അപ്പോഴീ ജോണിനെ എന്താ കൂടെ കൂട്ടാഞ്ഞത്? ജോൺ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 25 വർഷങ്ങൾക്ക് ശേഷം ഇതേ ദിവസം രാവിലെ 10 മണിക്ക് സ്റ്റീഫൻ സാറുടെ കല്ലറയ്ക്ക് മുന്നിൽ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓ, നിന്റെ കയ്യിൽ സിഗരറ്റ് വല്ല ഏർപ്പെട്ടു? യാ ഷുവർ സാർ. ജോൺ എപ്പോഴും സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു സാർ. ഇപ്പോൾ തന്നെ ഞാൻ വന്നില്ലായിരുന്നെങ്കിലും അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരും എന്നെ കാണാൻ. അപ്പൊ ഈ 25 വർഷത്തിനുള്ളിൽ നീ നിന്റെ ഫ്രണ്ടിനെ അന്വേഷിച്ചില്ലേ? ഇല്ല സാർ, അത് നാങ്ക പണ്ട സത്യം. 25 വർഷങ്ങൾക്ക് ശേഷമേ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നത്. 10 മണിക്ക് ഇനി 5 മിനിറ്റല്ലേ ഉള്ളൂ? ആമാ സാർ. അന്ന് ഇതേപോലെ ഒരു 10 മണിക്കാണ് ഞങ്ങൾ പിരിഞ്ഞത്, ഇവിടെ വെച്ച്. അന്ന് അവനിക്ക് 15 വയസ്സ്, എനിക്ക് 10 വയസ്സ്. ഓക്കെ, നീ വിചാരിച്ച പോലെ ഈ 5 മിനിറ്റിനുള്ളിൽ നിന്റെ ഫ്രണ്ട് നിന്നെ കാണാൻ വരട്ടെ. താങ്ക് യു സാർ. ഓക്കെ സാർ. യെസ്. 10 മണിക്കവൻ വന്നില്ലെങ്കിൽ അരമണിക്കൂറും കൂടെ ഞാൻ അവനക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കും. അതിനുശേഷം അവൻ വന്നില്ലെങ്കിൽ ഇല്ല സാർ, അവൻ വരും. എന്നെ പാക്ക് അവൻ കണ്ടിപ്പാ വരും സാർ. അതാ എൻ നമ്പിക്കേ. ശരി, അങ്ങനെ നടക്കട്ടെ. ബൈ ഓഫീസർ.
ഹായ് ക്രിസ്റ്റഫർ. ഡേയ് നീ നീ ജോൺ താനേ? അതെ അതെ ക്രിസ്റ്റഫർ. ഹേയ് ഡേ നൻപാ. ജോൺ, ക്രിസ്റ്റഫർ മൈ ഫ്രണ്ട്. ഐ എം സോ ഹാപ്പി ജോൺ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാത്തിരുന്നേ. സന്തോഷമായി എനിക്ക്. ഇത് മറ്റും തന്നെ അവങ്കിട്ട് കേട്ടെ. ഏയ്, ഇങ്ങനെ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീയും തന്നെ നന്നായി മാറിയിട്ടുണ്ടല്ലോ. എന്നെക്കാളും ഏജ് കുറഞ്ഞ പോലെ തോന്നുന്നു. 25 വർഷങ്ങൾ ഞാൻ ശരിക്കും നിന്നെ മിസ് ചെയ്തു. എനിക്കവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഫ്ലാറ്റാ? അതെ. ഏയ്, உன் பேச்செல்லாம் ஒரு மாதிரியா இருக்க. உன் வயசு கூட ரொம்ப கம்மியா இருக்கு. பரா, நீ யாரா? பரா. ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാനാണ് വന്നത്. എന്നാൽ ഞാൻ അവിടെ കണ്ടത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന ഒരു വലിയ കുറ്റവാളിയെ. പണത്തിന് വേണ്ടി ഒരുപാട് കൊലകൾ ചെയ്ത അധോലോക ക്രിമിനൽ. എൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടാണ് വേറൊരു ഓഫീസറെ ഞാൻ അയച്ചത്. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട, ഈ സെമിത്തേരി മൊത്തം പോലീസാ. சார் சார், எனக்கு ஒரு சின்ன ரிக்வஸ்ட் இருக்கு சார். என் ஃப்ரெண்டு இங்கே வருவேன் சார். ஒரு வாட்டி அவனை பார்த்துக்கிட்டு அப்புறம் நீங்கள் எங்கே வேணாலும் கொண்டு போங்க சார். ப்ளீஸ். സാധ്യമല്ല, നടക്കേ ப்ளீஸ் சார். നടക്കേ. சார், நீங்கள் தானே என்னை மாட்டி விட்டீங்க. ஒரு உதவி எனக்கு பண்ணி தான் ஆகணும் சார். நீங்கள் கண்டிப்பாக பண்ணணும் சார். என் ஃப்ரெண்டு இங்கே வருவா. அவங்ககிட்ட சொல்ல நான் இங்கே வந்திருந்தேன். അവൻ എന്തായാലും ഇവിടെ വരും സാർ. ക്രിസ്റ്റഫർ ഇവിടെ വന്നിരുന്നെന്ന് പറയണം സാർ. പ്ലീസ്, ഞാൻ എൻ സത്യത്തെ കാപ്പാത്തിട്ടെന്ന് சொல்லணும் സാർ. പ്ലീസ് പ്ലീസ് സാർ. എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ. നമ്മുടെ ബന്ധത്തെക്കാളും എൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് മുഖ്യം. ഇനി ഞാനല്ല വേറെ ആരെക്കൊണ്ടും നിന്നെ രക്ഷിക്കാനാവില്ല. നീ പുറത്തു നിന്നാൽ അത് ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാവും. സത്യസന്ധമായി ജീവിക്കാനാണ് സ്റ്റീഫൻ സാർ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നീയാണത് തെറ്റിച്ചത്.